ചേമ്പൻ ഇല കൊണ്ടുള്ള ഒരു നാടൻ വിഭവമാണ്, വെക്കേഷൻ സ്പെഷ്യൽ. അപ്പം അമ്മ ഇവിടെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ചധികം തന്നെ പുളിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി അമ്മ എന്താ ചെയ്യുന്നത് നമുക്ക് നിങ്ങളോട് അറിയുന്നുണ്ട്. അമ്മ ഹായ് ഹായ് ഹായ്. നമ്മളിവിടെ ചേമ്പിൻ്റെ തണ്ടിനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ചേമ്പിൻ തണ്ട് നമുക്ക് അവിയലിനിടാം, സാമ്പാറിനിടാം, പുളിങ്കറിക്കിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കറിക്കും ഇടാം, പക്ഷെ നമ്മളിതിൽ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. പുളി ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് അടച്ചു വെക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട്, വെള്ളം ഒരുപാടില്ല, പുളിയുടെ വെള്ളം. ഇതിനെ വേവിച്ചിട്ട് എന്താണെന്ന് കാണാം. നമ്മൾ കുക്കർ തുറന്നപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് ഇതിനെ കടുക് താളിക്കണം. ഓക്കെ ഗായ്സ്, അപ്പം അമ്മമ്മ കടുക് താളിക്കുകയാണ് കേട്ടോ. പാലക്കാടൻ ചേമ്പുന്നുണ്ട്. വെളുത്തുള്ളി, കടുക്, നമുക്ക് കറിവേപ്പില ഇടാം. നമ്മുടെ പാലക്കാടൻ താളിന് വേണ്ടിയിട്ട് അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കടുക് വറുത്ത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം മൂപ്പിച്ച് അതിനകത്ത് പൊട്ടിയിട്ട് ഒന്നുകൂടി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കും. വെള്ളമില്ല അങ്ങനെ, എന്നാലും ഇത്രയും കൂടി ഒന്ന് അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ലതായിരിക്കും. നല്ല ഒരു പാലക്കാടൻ താളുടക്കലാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം. ഇനി നമുക്ക് അതിനെ ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു നല്ലോണം ഒരു മിനിറ്റ്. ഷെഫായ അബ്ദുജയാണ് ഇളക്കാൻ പോകുന്നത്. എടുക്കട്ടെ ഫുള്ളും. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കാമേ. ഇങ്ങനെയാണ് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ? നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഉള്ളിയൊക്കെ അതിനകത്ത് ഉടച്ച് ചേർക്കണം. ചുവന്ന മുളകിനെയും കൊണ്ട് നല്ലോണം മൂക്കണ വരെ ഇളക്കിയിട്ട് അതിനകത്ത് പൊട്ടിയിട്ട് ഇതാക്കണം. കറി നല്ലതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. കറിയും ചോറും മീൻ വറുത്തതും വെക്കേഷൻ സ്പെഷ്യൽ. കോഴി കോഴി ഫ്രൈ എല്ലാം ഉണ്ട്. അപ്പോൾ ബൈ ബൈ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.